ഹലോ കിസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? നമുക്ക് എല്ലാവർക്കും ഇന്ന് സൺഡേ ആയിട്ട് ഒരു മാരേജ് ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഇത്താടെ മാരേജ് ആണ്. അപ്പം അവൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കരുനാപ്പള്ളിയിലുള്ള മാക്സിൽ വന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോകേണ്ട വഴി തന്നെയാണ് മാക്സ്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് കയറി ഇറങ്ങാതെ കയറിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണുടക്കിയത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡോൾസിലൊക്കെയാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവയിലൊക്കെ പിടിക്കാനായിട്ട് മറ്റേ സോഫ്റ്റ് ടോയ്സ് ആണെന്ന് തോന്നുന്നു. അതുപോലെ ഒടുക്കാത്ത റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ബാഗ് അവർക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏത് ബാഗാണെന്ന് കമൻറ്റ് ബിലോ ഗൈസ്. ഇങ്ങനെ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിൽ അധികം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തൊക്കെ കയറിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ മുസ്ലിം കല്യാണത്തിന് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ടില്ല, ഇതിനകത്ത് കല്യാണമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സെക്കൻഡ് ടൈമാണ് കേട്ടോ കല്യാണം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് നഹാനു. എൻ്റെ ഇത്താടെ കല്യാണത്തിനാണ് കേട്ടോ നമ്മളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മെനങ്ങാതാണ്. പിന്നെ ഇന്നാണ് കാണുന്നത്. കോളേജെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വിഷമം എല്ലാവരെയും മുഖത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. നിക്കാഹാണെന്നും തോന്നുന്നു. പിന്നെ അത് ഈ ബ്രൈഡിനെയൊക്കെ കൊണ്ടുവന്ന് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മുസ്ലിം കല്യാണം ഫസ്റ്റ് ടൈം ആയിട്ട് കണ്ടു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.